ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ സൂറത്ത് തകാസുർ സൂറത്തിന്റെ ആശയമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ആ സൂറത്തിന്റെ അർത്ഥം ചുരുക്കി അതിന്റെ ആശയം നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവാനുഗ്രഹിയും പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുന്നവനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹാകുമുത് തകാസുർ. അൽഹാക്കും, അൽഹാ ജോലിയാക്കിക്കും നിങ്ങളെ, അത്തകാസുർ പെരുമ പറയൽ. സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങളെ കൊണ്ടും വലിയ വലിയ ഭൗതികമായ ആഡംബരങ്ങൾ ലഭിച്ചതിന്റെ പേരിലും ഒക്കെ, അല്ലെങ്കിൽ കുടുംബ പൊലിമയുടെ പേരിലൊക്കെ അഭിമാനം പറയൽ നിങ്ങളെ ജോലിയാക്കുന്നു. നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് എനിക്കിത്ര സമ്പത്തുണ്ട്, എനിക്കിത്ര മക്കളുണ്ട്, എനിക്കിത്ര ജോലിയുണ്ട്, എനിക്കിത്ര ശമ്പളമുണ്ട്, എനിക്ക് എന്റെ തറവാട് വലിയ തറവാടാണ്, എന്റെ വാപ്പക്ക് ഇത്ര ആനയുണ്ട്, എന്റെ വീട് ഇത്ര വലിപ്പമുണ്ട്, എനിക്ക് ഇത്ര പറമ്പുണ്ട്, ഇങ്ങനെ ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ പൊസിഷനിലാണുള്ളത്, ഇങ്ങനെ അഹംഭാവം പറയൽ, അഭിമാനം പറയൽ നിങ്ങളെ ജോലിയാക്കുന്നു. ദുന്യാവിലുള്ള അഭിമാനങ്ങൾ പറയൽ നിങ്ങളെ ജോലിയാക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വരെ, നിങ്ങൾ മരണപ്പെട്ട് ഖബറിൽ പോകുന്നത് വരെ, നിങ്ങൾ ഖബറിൽ അടക്കപ്പെടുന്നത് വരെ, മക്ബറയിലേക്ക് നിങ്ങൾ സിയാറത്ത് വരുന്നത് വരെ നിങ്ങൾ ഈ ദുരഭിമാനം തുടർന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ മനുഷ്യന്റെ ഒരു അവസ്ഥ അള്ളാഹു വരിക്കുകയാണ്. തിന്മ നിറഞ്ഞ മനുഷ്യൻ, അവിശ്വാസികളായ മനുഷ്യന്മാർ, ശരിയായ ഈമാനില്ലാത്ത മനുഷ്യന്മാർ, ഭൗതികമായ പ്രസരിപ്പിന്റെ പേരിലും ഭൗതികമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചതിന്റെ പേരിലും, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്ത ആളാണ്, PG എടുത്ത ആളാണ്, ഞാൻ അതുള്ള ആളാണ്, ഇതുള്ള ആളാണ് എന്നിങ്ങനെ കിട്ടിയ സ്ഥാനങ്ങൾ അഭിമാനം നടിച്ചുകൊണ്ട് നടക്കുകയാണ് നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങൾ അഭിമാനിയായി ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ആ സ്ഥാനം കിട്ടി, സ്ഥാനം കിട്ടി, ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി, എനിക്ക് റാങ്ക് കിട്ടി, എനിക്ക് വലിയ സ്ഥാനം കിട്ടി, എനിക്കിത്ര സമ്പത്തുണ്ട്, എനിക്കിത്ര തറവാട് മഹിമയുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആളുകളുടെ ഇടയിലൊക്കെ വലിയ അഭിമാനം കാണിച്ചു നടക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ. ഒരിക്കലും ഭൗതികമായ സ്ഥാനമാനങ്ങളുടെ മേലിൽ ഉൾപ്പെരുമയും ദുരഭിമാനവും നടിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും വിനയത്തോടെ ജീവിക്കേണ്ടതാണ്. മൻ തവാളഅ റഫഅഹുല്ലാഹ്. വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. മൻ തകബ്ബറ വലഅഹുല്ലാഹ്. അഹംഭാവം കാണിച്ചാൽ അള്ളാഹു അവനെ താഴ്ത്തിക്കളയുകയും ചെയ്യും. ദുരഭിമാനം പറഞ്ഞ് ഫഖ്ർ പറയുന്ന സ്വഭാവം, സ്വന്തം പോരിശ പറയുന്ന സ്വഭാവം. ലാ തുസക്കു അൻഫുസക്കും. നിങ്ങൾ സ്വന്തം ശരീരത്തെ പോരിശ പറയാൻ പാടില്ല, അങ്ങനെ അതിനു വേണ്ടി പ്രവർത്തിക്കാനും പാടില്ല. ദുന്യാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സൽക്രമങ്ങൾ ചെയ്യാൻ പാടില്ല, സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ദുരഭിമാനത്തിനു വേണ്ടി ആയിരിക്കരുത് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം നശ്വരമാണ്, അല്പകാലമേ ഉണ്ടാവൂ. മറിച്ച് ശാശ്വതമായ ജീവിതം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന്റെ ചുരുക്കം.
അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നു, കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ, നിങ്ങൾ ഒരിക്കലും ഭൗതികമായ പ്രസരിപ്പിന്റെ പേരിൽ ദുരഭിമാനം നടിക്കരുത്. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അതിന്റെ തിക്തഫലം നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. ആവർത്തിച്ച് അല്ലാഹു പറയുകയാണ്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങളിവിടെ ദുരഭിമാനം നടിച്ച് ജീവിച്ചതിന്റെ തിക്തഫലം നരകാഗ്നിയാണ്. ആ നരകാഗ്നി കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ചെയ്തികൾ ശരിയല്ല. ലൗ തഅലമൂന, നിങ്ങൾ അറിയുമ്പോൾ, ഇൽമൽ യഖീൻ, ഉറപ്പായ അറിവ് നിങ്ങൾ അറിയുമ്പോൾ, ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജഹീമാകുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, തീർച്ചയായും പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും, ഉറപ്പായ കാണൽ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ആ ദിനത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും പറ്റിയും ചോദിക്കപ്പെടും. നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളെ പറ്റിയും സമ്പത്തിനെ പറ്റിയും നിങ്ങളുടെ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ വലിയ ചരിത്രങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട്, അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് എത്ര സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയോ അതിനനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. വലിയ മുതലാളിമാർക്ക് വലിയ ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തിനു വേണ്ടി, എങ്ങനെ സമ്പത്ത് അനുഗ്രഹങ്ങൾ ലഭിച്ചു, എന്തിൽ ചെലവഴിച്ചു, എല്ലാം ചോദ്യമുണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യത്തെ പുറത്തിറങ്ങി. പിന്നീട് അവിടേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. പിന്നീട് അവിടേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അങ്ങനെ അവര് മൂന്ന് പേരും വിശപ്പിന്റെ കാഠിന്യത്താലാണ് കടന്നു വന്നത്. അവസാനം ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് അവർ കടന്നു. അങ്ങനെ അൻസാരിയുടെ ഭാര്യ വന്നു. ഭാര്യ വന്നപ്പോൾ നബി തങ്ങൾ സലാം ചൊല്ലിയപ്പോൾ, 3 വട്ടം സലാം ചൊല്ലിയിട്ടും മടക്കാതെ ആയപ്പോൾ നബി തങ്ങൾ തിരിഞ്ഞു പോരുമ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങളുടെ സലാം, ആവർത്തിച്ചുള്ള സലാമിന് ഞാൻ പ്രതീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് മടക്കാതിരുന്നത്, കടന്നു വരൂ നബിയെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ വീട്ടിൽ കയറി. അപ്പോൾ ഭർത്താവ് എവിടെന്ന് ചോദിച്ചു. ഭർത്താവ് വെള്ളത്തിന് വേണ്ടി പുറത്തു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വന്നു. മുത്തുനബി വന്ന സഹാബികൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ വന്ന സന്തോഷത്തിൽ അവര് സന്തോഷിച്ചു. അവര് ഈത്തപ്പഴം എടുത്തുകൊണ്ടുവന്നു. ഈത്തപ്പഴവും വെള്ളവും മുത്തുനബിക്ക് നൽകി ഭക്ഷണം കൊടുത്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മുടെ ഈ അനുഗ്രഹമുണ്ടല്ലോ, നമ്മുടെ വിശപ്പ് മാറിയില്ലേ, ഈ അനുഗ്രഹത്തെ പറ്റി ലതുസ്അലുന്ന അനിൻ നഈം, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വിശപ്പിന്റെ കാഠിന്യത്താൽ കിട്ടിയ ഭക്ഷണമാണ്, അതിനെപ്പറ്റി വരെ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് എത്രയാ ഭക്ഷണം കഴിക്കുന്നത്, നമുക്കൊക്കെ എത്രയാ വസ്തുക്കളുള്ളത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കേൾവിയെപ്പറ്റി, കാഴ്ചയെപ്പറ്റി, ഹൃദയത്തിലെ ചിന്തയെപ്പറ്റി വരെ ചോദിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സിഹത്തുൽ അബ്ദാൻ, ശരീരത്തിലെ ആരോഗ്യം അത് അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. വൽ അസ്മാ, കേൾവിശക്തി, കാഴ്ചശക്തി, എല്ലാം യസ്അലുല്ലാഹുൽ ഇബാദ ഫീമാ ഇസ്തഅമലൂഹു, അവയൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, തിന്മക്ക് വേണ്ടിയാണോ നന്മക്ക് വേണ്ടിയാണോ എന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നാം കഴിക്കുന്ന ഭക്ഷണം എത്ര ഖദറുണ്ടോ, അളവുണ്ടോ, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന സന്ദേശം കൂടി, അല്ലാതെ ദുരഭിമാനവും അല്ലെങ്കിൽ അഹംഭാവവും ഉൾപ്പെരുമയുമായി ജീവിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന തത്വമാണ് ഈ ആയത്തിലൂടെ, സൂറത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.